ഏതു രാജ്യങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടായാലും അവിടെയെല്ലാം സമാധാന ചർച്ചകൾക്ക് വേണ്ടി പോകുന്ന ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ തന്റെ സ്വന്തം രാജ്യത്തിനൊരു പ്രശ്നം വന്നപ്പോൾ അതെങ്ങനെ പരിഹരിക്കണമെന്നറിയാതെ നക്ഷത്രമെണ്ണുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്റെ യുക്തിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ട്രംപിന് യാതൊരു മടിയുമില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിൽ നടന്ന പ്രതിഷേധത്തിൽ നിന്നും കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് പ്രസിഡന്റിന് മനസ്സിലായിട്ടുണ്ട്. കുടിയേറ്റ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലാണ് 3 ദിവസം മുൻപ് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. പ്രതിഷേധം അടിച്ചമർത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് ഭരണകൂടം എല്ലാ അടവും പുറത്തിറക്കിയിട്ടും ഫലമുണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ അമേരിക്കയിലെ ഗവർണർ തന്നെയാണ് ട്രംപിനെ പരിഹസിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. US സൈന്യത്തിന്റെ ഭാഗമായ നാഷണൽ ഗാർഡിനെ ഇറക്കി പ്രതിഷേധം അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടാകാത്തതിനെ തുടർന്ന് 700 US മറൈൻ സൈനികരെയും ട്രംപ് രംഗത്ത് ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു. പ്രതിഷേധക്കാർ പോലീസിന് നേരെ കുപ്പികൾ എറിയുകയും കാറുകൾ കത്തിക്കുകയും ചെയ്തു. പ്രതിഷേധങ്ങളിൽ ഏർപ്പെട്ട 148 പേർ അറസ്റ്റിലാവുകയും ചെയ്തു. പിരിഞ്ഞു പോകാൻ വിസമ്മതിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. കൂട്ടം കൂടരുത് എന്ന ലോസ് ആഞ്ചലീസ് പോലീസിന്റെ നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിച്ചാണ് പ്രതിഷേധക്കാർ സംഘടിച്ച് പ്രതിഷേധ മാർച്ചുകളും റാലികളും സംഘടിപ്പിക്കുന്നത്. നിലവിലുള്ള 2000 നാഷണൽ ഗാർഡുകൾക്ക് പുറമെ 2000 പേരെ കൂടി വിന്യസിക്കുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്. പ്രതിഷേധം അടിച്ചമർത്താൻ 700 മറൈൻ സൈനികരെ വിന്യസിക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ കാലിഫോർണിയ ഗവർണർ ന്യൂസം രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഭ്രാന്തമായ ഫാന്റസി എന്നാണ് കാലിഫോർണിയ ഗവർണർ പരിഹസിച്ചത്. പ്രതിഷേധം അവസാനിപ്പിച്ച് താമസിക്കുന്ന ഇടങ്ങളിലേക്ക് മടങ്ങാൻ പ്രതിഷേധക്കാരോട് പോലീസ് ഉത്തരവിട്ടിട്ടും ആരും പിരിഞ്ഞുപോയിട്ടില്ല. പ്രദേശത്ത് നിയമവിരുദ്ധമായി ഒത്തുചേർന്ന് നിരോധിച്ചിരുന്നു. കുടിയേറ്റ വിഷയത്തിൽ ഉദാരമായ സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി. അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന ട്രംപിന്റെ നിലപാടുകളും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിലപാടുകളും തമ്മിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്നത്. സ്വന്തം പൗരന്മാരെ നേരിടാൻ സൈന്യത്തെ വിന്യസിച്ച ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ നിരവധി പേരാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതിനിടെ അമേരിക്കയിൽ നിന്ന് വേർപെട്ട് കാലിഫോർണിയ പുതിയ രാജ്യമാകണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. അനധികൃത കുടിയേറ്റക്കാർ എന്ന് ആരോപിച്ച് നിരവധി പേരെ അറസ്റ്റ് ചെയ്തതാണ് സാഹചര്യം ഇത്രയ്ക്ക് വഷളാക്കിയത്. ഇതിനെതിരെ ലോസ് ആഞ്ചലസിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയിട്ടുള്ളത്. ഫെഡറൽ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം ശക്തമാകുമ്പോഴെല്ലാം അമേരിക്കയിൽ നിന്ന് വേർപെട്ട് പ്രത്യേക രാജ്യമാകണമെന്ന് കാലിഫോർണിയയിൽ ആവശ്യമുയരാറുണ്ട്. എന്നാൽ ഇത്തവണ ആവശ്യം ശക്തമാണ് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോസ് ആഞ്ചലീസിൽ 2000 സൈനികരെയാണ് ട്രംപ് വിന്യസിച്ചിട്ടുള്ളത്. ചില ഭാഗങ്ങളിൽ പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റും പ്രയോഗിക്കുകയുണ്ടായി. കാല എക്സിറ്റ് ഫ്രീ കാലിഫോർണിയ തുടങ്ങിയ ഹാഷ്ടാഗുകൾ അമേരിക്കയിൽ ട്രെൻഡിങ് ആയിട്ടുണ്ട്. ഈ വർഷം ആദ്യത്തിൽ കാലിഫോർണിയയുടെ മോചനം ആവശ്യപ്പെട്ട് ഒപ്പുശേഖരണം നടന്നിരുന്നു അത്രേ. ആക്ടിവിസ്റ്റ് മാർക്കസ് ഇവാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഈ പ്രചാരണത്തിന് പുറകിലുണ്ടായിരുന്നത്. എന്തായാലും മസ്ക് പിടിവിട്ടതോടുകൂടി ട്രംപിന് കണ്ടകശനി തുടങ്ങിയിട്ടുണ്ട്. ഈ തലവേദന ട്രംപ് എങ്ങനെ പരിഹരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.